ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എൻ്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ കേട്ടോ ഒന്നും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാം സഹകരണവും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കിട്ടോ. അപ്പോൾ രാവിലെ മോനെ പറഞ്ഞയക്കണ ഒരു ഇതാണ് കേട്ടോ. അത് രാവിലെ കണ്ടത് മദർസിലേക്ക് പറഞ്ഞയച്ചതാണ്. അങ്ങനെ അവനെ പറഞ്ഞയച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ ഞങ്ങളിതാട്ടോ ചായ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മോന് രാവിലെ കുറച്ച് പാല് വേഗം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടാട്ടോ പറഞ്ഞയച്ചത്. രാവിലെ അങ്ങനെ മദർസക്ക് പോണ ടൈമിൽ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ, വന്നിട്ടേ കഴിക്കുള്ളൂ. നമ്മളപ്പോഴത്തേന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വന്നാലൊരു യുദ്ധമാവും വീട്ടിൽ ഇവിടെ. അപ്പോൾ എന്തായാലും എനിക്കും കാക്കൂനും കൂടിയുള്ള ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി മറ്റേ മക്കൾസൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ചായ കുടിക്കുള്ളൂ, ചായയും കടി ഒരുമിച്ച് കുടിക്കുള്ളൂ കേട്ടോ. ഞാൻ തന്നെ ഇവിടെ രാവിലെ എണീറ്റ് വൈകും, പിന്നെ അവർ പോകോളം ചായ കുടിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. അവർക്ക് കൊടുക്കുമ്പോൾ ഞാനും ചായ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ചായൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല, എത്ര കുടിച്ചോ എന്താ കുടിച്ചോ ഒന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ അവർക്ക് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് ഞാനും കുടിക്കും കേട്ടോ. അങ്ങനെ ചായയൊക്കെ അവിടെ വെച്ച് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ കാക്കുപ്പ വരും. അപ്പത്തിന് നമ്മൾക്ക് ചോറിനുള്ള അരി എടുത്തിട്ടൊന്ന് കഴുകി തീ അടുപ്പത്തിട്ട് കേട്ടോ. അടുപ്പത്തല്ല, കരണ്ടടുപ്പിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ആയിട്ടോ. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ കഴിയുമ്പോൾ എങ്ങനെ കത്തിക്കുക എന്നല്ലാതെ ഞാനെപ്പോഴും കരണ്ടടുപ്പും ഗ്യാസും തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. കരണ്ടടുപ്പിൽ ഞാൻ അധികം ചോറും കറികളും അതുപോലെ വെള്ളവും അങ്ങനത്തെ ഒക്കെ വെക്കും. പിന്നെ ഗ്യാസിൽ ഇങ്ങനെ ഓരോ കടികളും അതൊക്കെ ആയിട്ട് ഗ്യാസ് എനിക്കൊരു 2-3 മാസത്തോളമൊക്കെ നിൽക്കും കേട്ടോ ഗ്യാസ്. അതുകൊണ്ട് പിന്നെ വലിയൊരു നഷ്ടമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഗ്യാസ് ആയാലും കറണ്ട് ബില്ലും പിന്നെ 2 മാസത്തിനൊക്കെയാണല്ലോ നമുക്ക് കറണ്ട് ബില്ലും വരുന്നത്. അതുകൊണ്ട് വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ. വിറകൊക്കെ വാങ്ങുകയാണെങ്കിൽ 2000 രൂപ അല്ലാതെ ഒരു വണ്ടി വിറക് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ 2000 കൊടുത്താലും അല്ല, അതിലേറെ കൊടുക്കേണ്ടി വരും വിറകിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാസും കറണ്ടടുപ്പും ഉണ്ടെങ്കിൽ ഒരു ലാഭം തന്നെയാണ് എനിക്കൊരു തോന്നൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാക്കുനുള്ള ചായയൊക്കെ കൊടുത്ത് ഞാനും കുടിക്കുകയാണ് കേട്ടോ. അപ്പം ബിസ്ക്കറ്റ് ഉണ്ട്. രാവിലെ മക്കളൊക്കെ രാവിലെ വെറും കാലിച്ചായ കുടിച്ചിട്ടാട്ടോ പോകുമ്പോൾ പിന്നെ വന്നിട്ടാണ് ചായ കുടിക്കുക കേട്ടോ. ഇനിയിപ്പോൾ കാക്കു പണിക്ക് പോയിട്ട് ഒരു 10:30-11 മണിക്ക് വരും കേട്ടോ, ചായക്ക് വരും. അപ്പോഴത്തേനൊക്കെ കടിയും കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. രാവിലെ തന്നെ കഴിച്ചാൽ പോവന്നല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. 8 മണിയാകുമ്പോഴത്തേനും ചായയും കടിയൊക്കെ ആവും, പക്ഷെ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കൂല കേട്ടോ. എനിക്ക് ഇപ്പോൾ പോകില്ല അറിയും. എന്നിട്ട് പിന്നെ പണിയൊക്കെ കുറച്ചെടുത്തിട്ട് റെസ്റ്റ് സമയം ഉണ്ടല്ലോ, 11 മണിയാകുമ്പോൾ ചായ സമയം ആകുമ്പോൾ വരിക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പാലും കൂടി ഇവിടെ തിളപ്പിച്ചെടുത്തേക്കാണ്. ഇനി മക്കൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാട്ടോ. അപ്പോൾ ഇന്നത്തെ കടി കലക്കി പറഞ്ഞ അപ്പമാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മളെ മലപ്പുറം സ്പെഷ്യലായ കലക്കി തൂത്ത അപ്പം പറയും കേട്ടോ. ഞങ്ങളിവിടെ അങ്ങനെ കലക്കി തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം. അങ്ങനെ അപ്പമൊക്കെ ഒന്ന് ചുട്ടെ. ഇനിയിപ്പോൾ മോനുള്ള കൂട്ടാനുണ്ടാക്കണം. സ്കൂളുണ്ടെങ്കിൽ അതൊക്കെ ഒരു രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആവുകൊണ്ട് വേഗം അടുക്കള പണി കൊണ്ട് ഒരുങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ പീസ് നമ്മളെ കാബേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ അവരെ പറഞ്ഞേക്കാനുള്ളത് റെഡിയാവും കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കാൻ അവർ പോയതിന് ശേഷം എൻ്റെ അലക്കലും ചിലപ്പോൾ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ കറി വെക്കാൻ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ ചെയ്യും. അങ്ങനെ മോനുള്ള ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പേരി വെക്കട്ടെ കേട്ടോ. എന്നും ഇപ്പോൾ ഈ കിഴങ്ങ് ഇങ്ങനെ പൊരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങേറാട്ടോ, പക്ഷെ അവർക്ക് ഹാപ്പിയാണ് കേട്ടോ. കിഴങ്ങ് പൊരിച്ചത് എപ്പോൾ കൊടുത്താലും കഴിക്കൂട്ടോ. അങ്ങനത്തെ ഒരു നിർബന്ധമേ ഇല്ല ഇന്നത് വേണമെന്ന്. അതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് രണ്ടാൾക്കും കേട്ടോ. അങ്ങനെ ഞാനെന്തായാലും ഇന്ന് ഇന്നലെ പയറുപ്പേരി കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. പയറുപ്പേരി നാളികേരമൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് ഭയങ്കര ഇഷ്ടമായിക്കണു. പിന്നെ സാധാ നമ്മൾ വെക്കണ പോലെ വെച്ചാൽ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ കാബേജിലേക്കുള്ള കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇടരുതെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി ഇടുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് കടുകും കറിവേപ്പിലയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ്. പിന്നെ ഞാൻ നാളികേരം ഇട്ടിട്ടില്ല കേട്ടോ. നാളികേരം നമ്മളിത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാബേജിക്ക് നാളികേരം നിർബന്ധമാണ്, എന്നാലേ ആ ഒരു രസം കിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, നാളികേരം ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും
അപ്പം ചുടലൊരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇതാട്ടോ ഉപ്പേരികൾ അങ്ങനെ ഉപ്പേരി ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് വിസിൽ പോയിട്ട് വേണം നമുക്കൊന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ എണീറ്റ് വരുമ്പോൾ സോപ്പ് മുണ്ട് അത് ഇതിൻ്റെ ബ്രഷ് എവിടെ, എൻ്റെ ഡ്രസ്സ് എവിടെ അങ്ങനെ ചോദിച്ചിട്ട് അതിൻ്റെ നമ്മൾ കുക്കിങ്ങിൻ്റെ അടിയിൽ അതും വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമുക്കൊക്കെ രണ്ട് കൈയൊന്നും പോരാ സത്യത്തിലല്ലേ, ഒരു 10 കൈ വേണം രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് ഇതാവാനല്ലേ. അങ്ങനെ ഇതാട്ടോ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഊറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അർജൻറ്റ് സമയത്തൊക്കെ നമ്മൾ കുക്കറിലെ വാഷർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ മതി കേട്ടോ, നല്ല അടിപൊളി ചോറായി കിട്ടും. അപ്പോൾ നേരം വൈകിയ സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണികൾ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ചായ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. നല്ല മീൻകറി ഉണ്ട്, ഇപ്പോൾ തലേദിവസം രാത്രി വെച്ച മീൻകറി കേട്ടോ. രാത്രി അയിലമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചത് വറുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അപ്പത്തേക്കും കറിയുണ്ട്, അങ്ങനെ ഉപ്പേരിയും ആയിക്കണ്. അപ്പോൾ ഞാൻ അപ്പം ചുട്ടതിൽ കുറച്ച് പൊടി കമ്മിയായി കേട്ടോ, അതിൽ ഞാൻ കുറച്ച് രാഗിപ്പൊടി അതിലേക്ക് കലക്കിയിട്ട് അങ്ങനെ രാഗിപ്പൊടിയും കലക്കിയിട്ട് അങ്ങോട്ട് അപ്പം ഒരു പൊടി കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ അതും ചുട്ടെടുത്തിട്ടുണ്ട്, നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. രാഗിപ്പൊടി ചേർത്തിയപ്പോൾ ഒന്നുകൂടി ഒരു ബലത്തോടെ കിട്ടി, ഒരുപാട് സോഫ്റ്റ് അല്ല, ചെറിയൊരു ബലത്തോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ മക്കൾക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് അവരോട് ഭയങ്കര മാറ്റലും തിരക്കിലും കേട്ടോ. മറ്റവന് എന്തൊക്കെ ചെയ്യണം എന്നൊന്നും അറിയാം, നല്ല മേക്കപ്പ് ആട്ടോ ആൾ. പക്ഷേ അങ്ങനത്തെ മേക്കപ്പ് പറഞ്ഞാൽ മുടി ഒതുക്കലും ബാഗ് തുടക്കലും അതുപോലെ തന്നെ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് മിനുങ്ങിയ ആളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്യും, അതിനൊന്നും ഇന്ന ആവശ്യമില്ല. പിന്നെ അവൻ്റെ പ്ലേറ്റുകൾ അവൻ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ എടുത്ത് ബാഗിലാക്കും. അതുപോലെ തന്നെ വെള്ളക്കുപ്പിയൊക്കെ കൊടുന്ന് കഴുകി കൊടുത്താൽ മതി കേട്ടോ, വെള്ളമൊക്കെ അവൻ തന്നെ ആക്കിക്കോളും. തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കലുണ്ട്, പക്ഷെ അവന് പറയാതെ ടേസ്റ്റ് ഇല്ല എന്ന് പറയും. പക്ഷേ ഞാൻ കുറച്ച് നമ്മൾ പച്ചവെള്ളം ആക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ അവിടെ സ്കൂളിൽ അവിടെ ചേച്ചി തിളപ്പിച്ച് കഞ്ഞാലി വെള്ളം ഉണ്ടല്ലോ അത് ആക്കിയിട്ട് അവിടെ വെക്കും. ഞാൻ ഇപ്പോൾ ഇതിന്ന് കഴിയുമ്പോൾ അത് ഞാൻ ആക്കിക്കോളാം അമ്മച്ചിയാറ് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ എൻ്റെ ഞാനപ്പോൾ കുറച്ച് വെള്ളം ഫുള്ളാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാതെ ഹാഫാക്കിയിട്ടാട്ടോ കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കണതൊക്കെ അല്ലേ സ്കൂളിൽ, 10:30 ബെല്ലിന് മോന് ചിലപ്പോൾ 10 മണി 9:45 പോകും കേട്ടോ. പിന്നെ 10:30 വരെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേനും ടീച്ചർ വരുമ്പോഴത്തേനും ചിലപ്പോൾ ആകെ വിയർത്ത് ഡ്രസ്സൊക്കെ ഒരു മുഷിഞ്ഞ പോലെയൊക്കെ ആവട്ടെ. അതുകൊണ്ട് ഞാൻ പരമാവധി ഒരു 10:15 10:20 ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാറുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂള്, ദൂരമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പോയി, എല്ലാവരെയും പറഞ്ഞയച്ച് ഇനിയുള്ള പണികൾ ഇതാ പെറുക്കലും ഒതുക്കലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇനിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.